ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 8ാം ക്ലാസ്സിലെ സയൻസിലെ പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. LDC LGS എക്സാമുമായി ബന്ധപ്പെട്ട് അനവധി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ പേര് തന്നെ പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഖരം, ദ്രാവകം, വാതകം, ഇതിലെ കണികകളുടെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പെരുമാറ്റം, എന്താണ് അതിൻ്റെ ഒരു കാര്യം എന്നൊക്കെയാണ് നമ്മൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും നമുക്ക് പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കാം, മാറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏത് പദാർത്ഥത്തെയും നമുക്ക് ദ്രവ്യം, ഓക്കെ, എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം, മാറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, മാറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. അതുപോലെ തന്നെ മാസുള്ള എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കാം. ഇനി എന്താ പറയാനുള്ളത്? ഏതൊക്കെ തരത്തിലുള്ള അവസ്ഥയുണ്ട്, ഏതൊക്കെ തമ്മിലുള്ള അവസ്ഥയുണ്ട് നമുക്ക് നോക്കാം. ഒന്ന്, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റു ചില അവസ്ഥകളും പദാർത്ഥം കാണിക്കുന്നു. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണെന്ത്? പ്ലാസ്മ. സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്തെ പദാർത്ഥം പ്ലാസ്മ. അപ്പോൾ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ് കാണപ്പെടുന്നു. ഉന്നതമായ താപനിലയിൽ, വളരെ വലിയ ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയും. ഓക്കെ, ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന സംഗതി ആറാമത്തെ അവസ്ഥയാണ് എന്നും ഓക്കെ നാമകരണം ചെയ്യും. അതുപോലെ പദാർത്ഥത്തിൻ്റെ മറ്റൊരു അവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയാണ് ഓക്കെ മറ്റൊരു അവസ്ഥ. ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയ്ക്ക് പുറമെ പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അത് ഒക്കെ നക്ഷത്രങ്ങളിലും അതുപോലെ തന്നെ സൂര്യൻ്റെ കേന്ദ്രഭാഗങ്ങളിലും ഹൈ ടെമ്പറേച്ചറിൽ ഉന്നതമായ താപനില കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. പദാർത്ഥത്തിൻ്റെ മറ്റൊരു അവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഓക്കെ, ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഖരം, ദ്രാവകം എന്താണ്? ഒരു ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും നമുക്ക് പദാർത്ഥം അഥവാ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കാം. ഓർത്തിരിക്കുക. ഇനി എന്താ അതിൻ്റെയൊക്കെ ഓരോ പ്രത്യേകത നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്? ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറു കണികകൾ ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിനെ നോട്ട് ചെയ്യുക. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ്. ഇനി പദാർത്ഥത്തിൻ്റെ വിവിധ അവസ്ഥകളിലെ കണികാ ക്രമീകരണം എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഖരാവസ്ഥയിൽ എന്താണ്? കണികകൾ തമ്മിൽ അകലുണ്ടോ? വളരെ അടുത്താണ്. വളരെ വലിയ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. കാര്യം ടൈറ്റ്ലി പാക്ഡ് ആണ്. എന്നാൽ ദ്രാവകാവസ്ഥയിൽ കുറച്ചും കൂടിയും കണികൾ തമ്മിൽ അകലുണ്ട്. ഓക്കെ, അത്ര ടൈറ്റ്ലി പാക്ഡ് അല്ല. ഓക്കെ, അത്ര അട്രാക്ഷൻ ഇല്ല. എന്നാൽ മറ്റേ വാതകാവസ്ഥയിലോ അവിടെ നല്ല പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കെ ഖരത്തിൽ ഇതാകണ്ടോ കണികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അട്രാക്ഷൻ കൂടുതലാണ്, ഡെൻസിലി പാക്ഡ് ആണ്. ഇതിൽ കുറച്ചും കൂടിയൊക്കെ സെപ്പറേറ്റ് ഉണ്ട് ദ്രാവകത്തിൽ. എന്നാൽ വാതകത്തിൽ വളരെ ഫ്രീ ആണ്. കണികൾ വളരെ സെപ്പറേറ്റ് ആണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുക? ഈ ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന മൂന്ന് അവസ്ഥയിൽ നിന്ന് നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ചൂടാക്കുമ്പോഴും തണുപ്പിക്കുമ്പോഴും ഒക്കെ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കും. അപ്പോൾ ഐസ് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഐസിനെ ചൂടാക്കുമ്പോൾ അത് വെള്ളമാവും ഇല്ലേ? ഐസിനെ ചൂടാക്കുമ്പോൾ ജലമായി മാറുന്നു. അപ്പോൾ അവിടെ ഖരം എന്നുള്ള ദ്രാവകമായി മാറി. അപ്പോൾ ഇതുപോലെ എല്ലാ അവസ്ഥകളിലുമുള്ള വസ്തുക്കൾക്കും അവസ്ഥാപരിവർത്തനം ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ അവസ്ഥാപരിവർത്തനം കാരണമായ ഊർജ്ജരൂപമാണ് നമ്മുടെ താപം എന്ന് പറയുന്നത്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കണികളുടെ ചലനത്തെ നമ്മൾ നോക്കി. ഇതാണ് ഖരാവസ്ഥയിൽ അങ്ങനെയായിരിക്കും. ഓക്കെ, വാതകാവസ്ഥയിൽ കുറച്ചും കൂടിയും ദ്രാവകാവസ്ഥയിൽ കുറച്ചും കൂടിയും ഒക്കെ ഈ കണികൾക്ക് സെപ്പറേഷൻ ഉണ്ട്. അവിടെ കുറച്ച് അട്രാക്ഷൻ കമ്മിയായിരിക്കും. എന്നാൽ വാതകാവസ്ഥയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഒരു കണികയും മറ്റു കണിയും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്, വളരെ വ്യത്യാസമുണ്ട് തമ്മിൽ. ഓക്കെ, അപ്പോൾ കണികളുടെ ഊർജ്ജം, കണികളുടെ തമ്മിൽ അകലം ഏറ്റവും കുറവ് എവിടെയാണ്? ഖരത്തിലായിരിക്കും. മറ്റേ ദ്രാവകത്തിൽ കുറച്ചും കൂടിയും ഒക്കെ അകൽച്ച ഉണ്ടാവും. വാതകത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, കണികൾ തമ്മിൽ ആകർഷണം ഇവിടെയാണ് കൂടുതൽ, ഇവിടെ കുറച്ചും കൂടിയും കുറവായിരിക്കും, ഇവിടെ നല്ലോണം കുറവായിരിക്കും. കണികളുടെ ചലനം ഏറ്റവും ഫ്രീ ആയിട്ട്
കൂടുതലായിട്ട് കണികൾ ചലിക്കുന്ന എവിടെയാണ്? വാതകാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുക. കണികളുടെ ചലനം ഏറ്റവും കൂടുതലുള്ള എവിടെ? വാതകാവസ്ഥയിൽ. എന്നാൽ ലീസ്റ്റ് ചലനം എവിടെയുള്ളത്? അത് ഖരത്തിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ താപം എന്ന് പറയുന്നത്, താപം നൽകിയാണല്ലോ ഖരത്തെയും ദ്രാവകത്തെയും ഒക്കെ, അതുപോലെ തന്നെ ഖരത്തെയും ദ്രാവകത്തെയും വാതകത്തെയും ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഖര പദാർത്ഥങ്ങളിൽ കണികൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഖരപദാർത്ഥങ്ങൾ എന്താ സംഭവിക്കുക? ഖരം എന്ന് പറയുന്ന അവസ്ഥയിലെ കണികൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. പോയിന്റാണ്. ദ്രാവകാവസ്ഥയിൽ കണികൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഖരാവസ്ഥയിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികൾ ചലിക്കുന്ന എവിടെ? ദ്രാവകത്തിൽ. ഓക്കെ, കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ടാവുക. വാതകാവസ്ഥയിലോ കണികകൾ വളരെ അകലെ സ്ഥിതി ചെയ്യുന്നു. കണികളുടെ ചലന സ്വാതന്ത്ര്യം വളരെ, കണികൾക്ക് ഏറ്റവും ചലന സ്വാതന്ത്ര്യം ഉള്ളത് വാതകാവസ്ഥയിലാണ്. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. അപ്പോൾ താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനം എന്താണ്? കാരണമാകുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികളുടെ ഊർജ്ജവും ചലനവും കൂടുകയും, അപ്പോൾ ഊർജ്ജം ലഭിക്കുമ്പോൾ ചലനം കൂടും, താപം കൂടുമ്പോൾ എന്താണ്? ഊർജ്ജം കൂടുമ്പോൾ ചലനം കൂടും. മനസ്സിലാക്കുക. എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികളുടെ ഊർജ്ജവും ചലനവും കൂടുകയും കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. അതിനെ ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഉദാഹരണം പാറ്റഗുളിക. ഓക്കെ, അയഡിൻ എന്ന് പറയുന്ന എലമെൻറ്റ്. ഓക്കെ, മൂലകം. അയഡിൻ ഒരു മൂലകമാണ്. അയഡിൻ എന്ന് പറയുന്ന മൂലകം, പാറ്റഗുളിക. ഓക്കെ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, എന്തിനാ ഈ ഉത്പതനം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഖരം ഒക്കെ ദ്രവീകരണം നടക്കുമ്പോൾ ദ്രാവകമാകുന്നു, ദ്രാവകം ബാഷ്പീകരണം നടക്കുമ്പോൾ വാതകമാകുന്നു, അതുപോലെ തന്നെ ഓക്കെ ഘനീഭവിക്കുമ്പോൾ വീണ്ടും ഖരമാകുന്നു. ഓക്കെ, ഇനി എന്താണ്? ദ്രാവകം ഘനീഭവിച്ചാൽ എന്താണ്ടാവുക? ഖരമാകുന്നു. അതിനെ ഓക്കെ വാതകം സാന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ദ്രാവകമാകുന്നു, അല്ലേ? സാന്ദ്രീകരിച്ചാൽ ഇനി നേരെ വാതകമാകുന്ന അവസ്ഥയാണ് ഉത്പതനം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ്? താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നുണ്ട്. എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികളുടെ എന്താ സംഭവിക്കുക? ഊർജ്ജവും ചലനവും കൂടുകയും അട്രാക്ഷൻ കുറയുകയും ചെയ്യുന്നു. കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ താപം കൂടുമ്പോൾ എന്താണ്? ഓക്കെ, കണികളുടെ ഊർജ്ജം കൂടുന്നു, ചലനവും കൂടുന്നു, കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റാണ്. സബ്ലിമേഷൻ ഉദാഹരണമാണ് ഏതൊക്കെയാണ്? ഓക്കെ, പാറ്റഗുളിക, അയഡിൻ എന്ന് പറയുന്ന മൂലകം ഖരപദാർത്ഥങ്ങളിൽ നിന്ന് നേരിട്ട് വാതകമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്? വിവിധ അവസ്ഥകളിലെ പദാർത്ഥങ്ങളുടെ വ്യാപനം എങ്ങനെയാണ്? പദാർത്ഥങ്ങളുടെ മറ്റൊരു സവിശേഷത കൂടിയാണ് പരിചയപ്പെടാം. ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാഷ്പമാകുന്ന ഒരു സംഗതിയാണ് അയഡിൻ. അയഡിൻ ഏതാനും ക്രിസ്റ്റലുകൾ ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്ത് വെക്കുക. ബാഷ്പം ഗ്ലാസ് ജാറിൽ വെക്കുക. അതിന് മുകളിലേക്ക് മറ്റൊരു ഗ്ലാസ് ജാർ ചേർത്ത് വെക്കുക. എന്താ സംഭവിക്കുന്നത്? ബാഷ്പത്തിൻ്റെ ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഇത് കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത് വ്യാപിക്കുന്ന പറയുന്നത്. അപ്പോൾ വാതകങ്ങളുടെ, ദ്രാവകങ്ങളുടെ, പദാർത്ഥങ്ങളുടെ വ്യാപനം ഒരുപോലെയാണോ? അല്ല. വാതകങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യാപന നിരക്കുള്ളത്. അപ്പോൾ അയഡിൻ ബാഷ്പത്തിൻ്റെയും മഷിയുടെയും വ്യാപനം താരതമ്യം ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൽ മഷിട്ടു അതങ്ങനെ വ്യാപിക്കും, മെല്ലെ വ്യാപിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ചന്ദനത്തിരി കൊളുത്തി വെക്കുകയാണെങ്കിൽ അതിൻ്റെ മണം പെട്ടെന്ന് വ്യാപിക്കില്ലേ? അപ്പോൾ ഓക്കെ, വാതകത്തിലാണ് വാതകം എന്ന് പറയുന്ന സംഗതിക്കാണ് വ്യാപന നിരക്ക് കൂടുതലുള്ളത്, വ്യാപിക്കാനുള്ള ടെൻഡൻസി കൂടുതലുള്ളത്. അപ്പോൾ ഖരപദാർത്ഥങ്ങളിലും ഇതുപോലെ വ്യാപനം നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഗ്ലാസ് പേപ്പറിൽ ഒരു തുള്ളി മഷി വിധി നോക്കൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപനം ഉള്ളത് ഏതിലാണ്? അത് വാതകങ്ങളിലാണ്. അപ്പോൾ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വമേവയ പരസ്പരം കലരുന്നതാണ് വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത്. എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത്? ഓർത്തിരിക്കുക. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വമേവയ ഓക്കെ പരസ്പരം കലരുന്നതാണ് വ്യാപനം എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ വാതകങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നു. എന്താ ഈ ശുദ്ധപദാർത്ഥങ്ങൾ? അതായത് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ശുദ്ധപദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ മിക്സ്ചറുകളും പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകൾ, വ്യത്യസ്ത അവസ്ഥകളിലെ കണികകളുടെ സ്വഭാവങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ മിക്സ്ചേഴ്സ്. ഓക്കെ, മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നാം നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ വസ്തുവും അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങൾ രണ്ടായി തിരിക്കാം. എന്തൊക്കെയാണ്? ഒന്ന് ശുദ്ധപദാർത്ഥമെന്നും ഒന്ന് മിശ്രിതമെന്നും. എന്താ ഈ ശുദ്ധപദാർത്ഥം എന്ന് പറഞ്ഞത്? ജലത്തിൻ്റെയും ഉപ്പിൻ്റെയും സ്വർണ്ണത്തിൻ്റെയും കണികകൾ അതിൻ്റെതായ വ്യത്യസ്ത സ്വഭാവങ്ങളല്ലേ ഉള്ളത്. ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള, ഇപ്പോൾ നോക്ക്, ഓക്കെ ജലം എന്ന് പറഞ്ഞാൽ H2O. അതിൽ H2Oൻ്റെ ഒരുപാട് കണികളുണ്ടാവുക. H2Oൻ്റെ ഒരുപാട് കണികളാണ്. അപ്പോൾ ഇതൊരു ശുദ്ധപദാർത്ഥമാണ്. H2O എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഓക്കെ, അപ്പോൾ ഈ ഇതിൽ H2O മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതൊരു ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ ഒരേ കണികളാണ്. ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള H2O എന്ന് പറയുന്ന ആ ഒരേ കോമ്പിനേഷനുള്ള Hൻ്റെയും Oൻ്റെയും ഒരേ കോമ്പിനേഷനുള്ള H2O മാത്രമേ അതിലുണ്ടാവൂ. അപ്പോൾ ഒരേ സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഉപ്പുവെള്ളത്തിൽ എന്താ സംഭവിക്കുക? ഉപ്പുവെള്ളത്തിൽ എന്തുണ്ടാവും? ഉപ്പുവെള്ളത്തിൽ NaCl ഉണ്ട്, H2O ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരേ സ്വഭാവമുള്ളതാണോ ഉണ്ടാവുക? അല്ല, ഇതൊരു മിശ്രിതമാണ്. ഓക്കെ, NaCl ഉണ്ട്, H2O ഉണ്ട്. H2Oൻ്റെ ഒരുപാട് കണികളുണ്ടാവും, NaClൻ്റെ കണികളുണ്ടാവും. അതുകൊണ്ട് ഉപ്പുവെള്ളം ഒരു മിശ്രിതമാണ്. ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് വാട്ടർ ഒരേ സ്വഭാവമുള്ളതാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ
ഇനി എന്താ പറയുക, ഉപ്പുവെള്ളത്തിൽ ഉപ്പിൻ്റെ സ്വഭാവമുള്ള കണികളും ജലത്തിൻ്റെ സ്വഭാവമുള്ള കണികളുണ്ട്, അതുകൊണ്ട് അതൊരു മിശ്രിതമാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാണ്. ഓക്കെ, അത് മിശ്രിതമാണ്. അപ്പോൾ ഇവിടെ നോക്കേ, ഓക്കെ, H2O എന്ന് പറയുന്നൊരു ശുദ്ധ പദാർത്ഥമാണ്. എന്തുകൊണ്ടാണ് H2O മാത്രം കണികൾ മാത്രമേ ഉണ്ടാവൂ അതിൽ. അപ്പോൾ ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെങ്കിൽ പോലും H2O മാത്രം കണികളുള്ളത് കൊണ്ട് ഇത് ഒരു ശുദ്ധ പദാർത്ഥമാണ്. എന്നാൽ ഉപ്പുവെള്ളം എന്ന് പറഞ്ഞ സംഗതി, അതിൽ NaCl എന്ന് പറയുന്ന കമ്പൗണ്ട് ഉണ്ടാവും, H2O ഉണ്ടാവും. ഇവിടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻസ് ആണ് മറ്റേ കണികളാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇതൊരു മിശ്രിതമാണ്, ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ സോഡാവെള്ളത്തിൽ സോഡാവെള്ളത്തിൽ എന്തൊക്കെയുള്ള, സോഡാവെള്ളത്തിൽ CO2 എന്ന് പറയുന്ന കണ്ടൻറ്റ് കൊണ്ട് അതിന് H2O ഉണ്ട്. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ, CO2ൻ്റെ കുറേ കണികളുണ്ടാവും, CO2ൻ്റെ എങ്ങനെ ഉണ്ടാവും, അതിന് H2O ഉണ്ടാവും. അപ്പോൾ ഇതൊരു ശുദ്ധ പദാർത്ഥമല്ല, ഇതൊരു മിശ്രിതമാണ്, ഓർത്തിരിക്കുക. സ്വർണ്ണം അതുപോലെ തന്നെ സ്വർണ്ണം, അതുപോലെ തന്നെ ജലം, അതുപോലെ തന്നെ ഉപ്പ്, ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ ശുദ്ധ പദാർത്ഥമാണ്. ഓക്കെ, പക്ഷേ മിശ്രിതം എന്ന് പറയുന്നത് എന്താണ്, സോഡാവെള്ളം മിശ്രിതമാണ്, അതുപോലെ തന്നെ പഞ്ചസാര ലായനി മിശ്രിതമാണ്, ഉപ്പ് ലായനി മിശ്രിതമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്, മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കാം. പ്രകൃതിയിൽ കാണപ്പെടുന്ന ചില പദാർത്ഥങ്ങളും മിശ്രിതങ്ങളുമാണ്. അപ്പോൾ ഏതോ ഉദാഹരണം, മണ്ണ് ഒരു മിശ്രിതമാണ്, മണ്ണൊരു മിശ്രിതമാണ്, കടൽവെള്ളം മിശ്രിതമാണ്, പാറപ്പൊടി മിശ്രിതമാണ്, മണലൊരു മിശ്രിതമാണ്, നദീജലം മിശ്രിതമാണ്, കരയിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്, വായു ഒരു മിശ്രിതമാണ്. ഇവയിലെ ഘടകങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മണ്ണ് അല്ലേ ഒരു മിശ്രിതമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടായില്ലേ, കടൽവെള്ളമുണ്ട്, പാറപ്പൊടിയിലുണ്ട്, മണൽ, നദീജലം, വായു, ഇതൊക്കെ മിശ്രിതങ്ങളാണ്, ഓർത്തിരിക്കുക. മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കേണ്ടി വന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം നോക്കാം. മിശ്രിതങ്ങളടങ്ങിയ ഘടകപദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ പറയും. സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്നാണ്. എന്താ ഈ സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വേദനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മിശ്രിതത്തിലെ ഒരു മിശ്രിതം, ആ മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതാണ്, മറ്റൊരു ഘടകം ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഉപ്പുലായനിയിൽ നമ്മളൊന്ന് ചൂടാക്കുമ്പോൾ വെള്ളം എന്താണ്, വെള്ളം അങ്ങനെ മറ്റേ ആവിയായി പോവും. ഇവിടെ അവിടെ തണുപ്പിക്കാൻ കണ്ടൻസ് ചെയ്യുമ്പോൾ ഈ നീരാവി എന്തായിട്ട് വീണ്ടും ജലമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ജലം കിട്ടും. പക്ഷേ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി NaCl ഇവിടെ കിട്ടും. അപ്പോൾ ഒരു മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും, അപ്പോൾ ഇവിടുന്ന് ഉപ്പുലായനിയിൽ എന്തൊക്കെയുള്ളത്, ഉപ്പുലായനിൽ വെള്ളം എന്ന് പറയുന്ന H2O ഉണ്ട്, NaCl എന്ന് പറയുന്ന ഉപ്പുണ്ട്. അപ്പോൾ അത് ചൂടാക്കുമ്പോൾ H2O എന്ന് പറയുന്ന സംഗതി ബാഷ്പീകരണശീലമുള്ളതാണ്. ചൂട് കൊള്ളുന്തോറും അത് നീരാവിയാവുന്നു. നീരാവിയായി കുറേ കഴിയുമ്പോൾ അവിടെ ഒരു കണ്ടൻസർ ഉണ്ട്, ആ കണ്ടൻസർ അതിനെ തണുപ്പിക്കുമ്പോൾ നമുക്ക് ഇവിടെ തിരിച്ച് വെള്ളം കിട്ടുന്നു. എന്നാൽ ഇവിടെ എന്താ കിട്ടും, ഇവിടെ ബാക്കി എന്താണ്ടാവുക, ഇവിടെ ബാക്കി ഉപ്പുണ്ടാവും. അങ്ങനെ മിശ്രിതത്തിൽ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളത് മറ്റൊരു ഘടകം ഇല്ലാത്തതുമായ ബാഷ്പീകരണശീലമല്ലാത്തതുമാണെങ്കിൽ അതിനെ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമുക്ക് തരംതിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന സംഗതി, നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ, ഓക്കെ, അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ, അതുപോലെ തന്നെ സാധാരണ ലഭ്യമായ ജലത്തിലെ പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്ത് കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ, ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന സ്വേദനം വഴിയാണ്. ഇനി എന്താ ഈ അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഒന്നിലധികം മിശ്രിതങ്ങളിൽ ഒന്നിലധികം ഇതുണ്ട് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ മെഥനോൾ, ഓക്കെ, എഥനോളിൻ്റെ തളനില 78 ഡിഗ്രി സെൽഷ്യസും മെഥനോളിൻ്റെ 65 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇത് രണ്ടും കൂടി മിശ്രിതം അങ്ങോട്ട് ചൂടാക്കും. ഒന്ന് നമുക്ക് 65 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് കിട്ടും, മറ്റേത് 70. അപ്പോൾ തിളനിലയിൽ നേരിയ വ്യത്യാസമുള്ള രണ്ട് മിശ്രിതങ്ങളെ, രണ്ട് ദ്രാവകങ്ങളെ നമുക്ക് ഈ ഒരു അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഈ പെട്രോളിയത്തിൽ നിന്ന് ഒക്കെ എന്താണ്, ഹൈഡ്രോകാർബണിൻ്റെ പല മിശ്രിതമാണ്. അതിൽ നിന്ന് അംശിക സ്വേദനം വഴിയാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത എന്നിവ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ വേർതിരിക്കും. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഹൈഡ്രോകാർബൺ, ഓക്കെ, ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡീസൽ, പെട്രോൾ, അതുപോലെ തന്നെ മണ്ണെണ്ണ, നാഫ്ത, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ എഥനോൾ, ഓക്കെ, എഥനോൾ എന്ന് പറയുന്നതിൻ്റെ എഥനോളിൻ്റെ തിളനില 78 ഡിഗ്രി സെൽഷ്യസും മെഥനോളിൻ്റെ 65 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇവ പരസ്പരം കലർന്ന ദ്രവങ്ങളാണ്. ഇവയുടെ തിളനിലയിൽ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവയടങ്ങിയ മിശ്രിതത്തിലെയും ഘടകങ്ങൾ വേർതിരിക്കാൻ അംശിക സ്വേദനം വഴി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്. ആ ഫ്രാക്ഷനേറ്റിംഗ് കോളമായി കാണിച്ചിരിക്കുന്ന കോളമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ വഴി നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സെപ്പറേറ്റിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മിശ്രിതങ്ങൾ, അതിൽ രണ്ട് ദ്രാവകങ്ങൾ തമ്മിൽ കലരില്ല. ഫോർ എക്സാമ്പിൾ മണ്ണെണ്ണയും വെള്ളവും കൂടി ഇതാക്കി കഴിഞ്ഞാൽ മണ്ണെണ്ണ മുകളിൽ നിൽക്കും, വെള്ളം താഴെ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും, ഒരു കുപ്പിയിൽ കാൽഭാഗം മണ്ണെണ്ണ എടുത്ത് നോക്കും, കുപ്പിയിൽ അത്ര തന്നെ ജലം ഒഴിച്ച് നോക്കും, എന്താ സംഭവിക്കുന്നത്, ഇത് രണ്ട് മിശ്രിതങ്ങൾ എന്തെങ്കിലും കലരില്ല. അപ്പോൾ കലരില്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഈ വെള്ളത്തിനെ ഇങ്ങോട്ട് ഇതാക്കാം, ബാക്കി മണ്ണെണ്ണ അവിടെ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണ്ട് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മിശ്രിതങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ സെപ്പറേറ്റിംഗ് ഫണ്ട് സംഗതി. ഇനി ഉത്പന്നം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്താണ്, നമുക്ക് അയഡിൻ്റെ ക്രിസ്റ്റലിൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അയഡിൻ എന്താ ഉത്പന്നം പറഞ്ഞാൽ നേരിട്ട് ഖരം ദ്രാവകമായി മാറുന്ന അവസ്ഥയാണ്.
അല്ലെങ്കിൽ വാതകമായിട്ട് മാറുന്ന അവസ്ഥയാണ്. നേരിട്ട് ഖരം വാതകമായിട്ട് മാറുന്ന അവസ്ഥയാണ് സബ്ലിമേഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുക. ഓക്കെ, ഘനീഭവിച്ച അമോണിയം ക്ലോറൈഡ് നമുക്ക് ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഉത്പാദനത്തിന് ഉപയോഗിക്കുന്ന ഉത്പാദനം അയഡിൻ ക്ലോറൈഡ് ഉത്പാദനത്തിന് ഉദാഹരണമാണ് ഓർത്തിരിക്കുക. ഇനി സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണികളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതങ്ങളുടെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനുള്ള രാസപരീക്ഷണങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ രക്തകോശങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ക്ലിനിക്കലിലെ രക്തസാമ്പിളിൽ നിന്ന് രക്തകോശം വേർതിരിക്കുന്ന ഒരു സംഗതി ഉള്ളത്. ഈ മാർഗ്ഗം ഉപയോഗിച്ച് സാമ്പിളിൽ അടങ്ങിയ ദ്രാവകം ടെസ്റ്റ് ട്യൂബിലെടുത്ത് ഉപകരണത്തിൽ വെച്ച് കേന്ദ്രമാധാരമാക്കി കറക്കുന്നു. അപ്പോൾ ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവായ കേന്ദ്രത്തിൽ അടുത്തുമായി വേർതിരിയുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ തൈരൊക്കെ കടയുമ്പോൾ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഈ പ്രക്രിയയാണ് ഉപയോഗിക്കുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ദ്രാവക മിശ്രിതത്തിൽ അലേയങ്ങളായ ഘടകകണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന രൂപമാണ് സെൻട്രിഫ്യൂജ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കറക്കി ഇതിങ്ങനെ കറങ്ങും. അപ്പോൾ ഖനം കൂടിയത് പുറത്തേക്ക് പോകും, ഖനം കുറഞ്ഞത് നടുക്കിൽ സെപ്പറേറ്റ് ചെയ്യും, ഓർത്തിരിക്കുക. എന്താ ഈ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ? ക്രൊമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ റിബണാകൃതിയിൽ മുറിച്ചെടുത്തൊരു ഫിൽറ്റർ പേപ്പർ അങ്ങനെ ഉണ്ട്. ഇതാണ് സെറ്റപ്പ്. ഈ സെറ്റപ്പിൽ എങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരേ ലായകത്തിൽ ഒന്നിലധികം ലീനങ്ങളുണ്ട് വിചാരിക്കുക. ഒരേ ലായകത്തിൽ ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചിട്ടുള്ള നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനാണ് ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രാഫി എന്നറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. അപ്പോൾ ഇത് രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ നമ്മളിത് ഉപയോഗിക്കുക. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ, അതുപോലെ തന്നെ ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ നമ്മൾ ഈ ക്രൊമാറ്റോഗ്രാഫി നമ്മൾ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്ന എന്താ ക്രൊമാറ്റോഗ്രാഫി? ആക്ച്വലി ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ആദ്യം ഈ രീതി പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനാണ്. ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രാഫി എന്നറിയപ്പെടുന്നു. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ, രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നതിനുള്ള ഏതാനും മാർഗ്ഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. നമുക്കറിയാം കേശികത്വം അല്ലെങ്കിൽ കാപ്പിലറി റൈസ് എന്ന് പറയുന്ന സംഗതി. ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അഡ്സോർപ്ഷൻ. കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികൾ ഫിൽറ്റർ പേപ്പറിലെ ഉപരിതലത്തിൽ വേർതിരിയുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത് ഈ ഒരു പദാർത്ഥങ്ങളുടെ സ്വഭാവം, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, അതുപോലെ തന്നെ ബോസൈൻസിൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, അത് സൂപ്പർ ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലൂടെ നമ്മൾ നോക്കി. അതിൻ്റെ പ്രത്യേകതകൾ നോക്കി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഓരോന്നിൻ്റെയും ഈ ഖരം, ദ്രാവകം, വാതകം താപം കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ അവസ്ഥാമാറ്റത്തെക്കുറിച്ച് നമ്മൾ നോക്കി. സബ്ലിമേഷൻ ഉദാഹരണം നമ്മൾ നോക്കി. അതുപോലെ തന്നെ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വമേയ പരസ്പരം കലർന്ന അവസ്ഥയാണ് വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നമ്മൾ മനസ്സിലാക്കി. എന്താണ് ശുദ്ധപദാർത്ഥം, എന്താണ് മിക്സർ നമ്മൾ നോക്കി. ശുദ്ധപദാർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്താണ് ഒരേ സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥമാണ് ശുദ്ധപദാർത്ഥം. ഫോർ എക്സാമ്പിൾ വെള്ളം, അതുപോലെ തന്നെ സ്വർണ്ണം, അതുപോലെ തന്നെ ജലം, ഇതൊക്കെ ശുദ്ധപദാർത്ഥം. എന്നാൽ ഉപ്പുവെള്ളം, അതുപോലെ സോഡാവെള്ളം, അതുപോലെ തന്നെ പഞ്ചസാര ലായനി, ഇതൊന്നും ശുദ്ധപദാർത്ഥമല്ല. കാര്യം അതിൽ പലതരം വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളുണ്ട്. ക്ലിയറാണ്. അപ്പോൾ ഈ മിശ്രിതങ്ങളിൽ നിന്ന് അതിൻ്റെ പദാർത്ഥങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങൾ നമ്മൾ പഠിച്ചു. അതൊക്കെയാണ് ഒന്നെന്താണ് ശ്വേതനം, ഡിസ്റ്റിലേഷൻ. അതായത് ഒരു ഘടക പദാർത്ഥത്തിന് ബാഷ്പീകരണ ശീലമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂടാക്കി ശ്വേതനം വഴി നമുക്കങ്ങനെ അത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? അംശിക ശ്വേതനം നമ്മൾ ഉപയോഗിക്കുന്ന. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണ്? പെട്രോളിയത്തിൻ്റെ പല ഐറ്റംസ് ആയിട്ടുള്ള പെട്രോൾ, ഡീസൽ, നാഫ്ത, മണ്ണെണ്ണ, അതൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. തിളനിലയിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചേരാത്ത ദ്രാവകങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ വഴി ഇപ്പോൾ ഈ മണ്ണെണ്ണയും വെള്ളമൊക്കെ ഇതാവുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റിംഗ് ഫണൽ വെച്ചിട്ട് ഈ വെള്ളം കണ്ട് മാറ്റുന്നു, മണ്ണെണ്ണ അവിടെ നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഉത്പാദനം എന്ന് പറഞ്ഞ സംഗതി അത് നേരിട്ട് ഖരം ദ്രാവകമായി മാറുന്ന അവസ്ഥയാണ്, ഖരം വാതകമായിട്ട് മാറുന്ന അവസ്ഥയാണ് ഉത്പാദനം എന്ന് പറഞ്ഞ സംഗതി. ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടിയ സംഗതി സെൻട്രലിൽ നിന്ന് അകലേക്കും. അപ്പോൾ ഭാരം കൂടിയ കണികൾ കേന്ദ്രത്തിൽ നകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിനടുത്തുമായി വേർതിരിയുന്നതാണ് സെൻട്രിഫ്യൂഗേഷൻ. അതിന് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായ ഘടകങ്ങളെ അവയെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. ക്രൊമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലായകത്തിൽ അലിഞ്ഞേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ഓർത്തിരിക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ്? രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാനും അല്ലെങ്കിൽ വേർതിരിച്ചറിയാനും, അതുപോലെ തന്നെ ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ചെറിയൊരു ചാപ്റ്ററാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു FCRT ചാപ്റ്ററുമായിട്ട് കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ LDC LGS എക്സാമുമായി ബന്ധപ്പെട്ട് ഫുൾ FCRT ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്